ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്കാണ് കേട്ടോ. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ പ്ലം കേക്കാണ് താരം എന്നറിയാം. പക്ഷേ നമുക്ക് വീട്ടിൽ ഇതേപോലെ വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റ് ആവാനിരിക്കുന്ന പുറത്തേക്ക് കളയാൻ കാത്തിരിക്കുന്ന നമ്മുടെ പഴം വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 റോബസ്റ്റ പഴവും പിന്നെ ഒരു ചെറിയ പഴമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കുക. എന്നിട്ടൊരു ക്ലീനായ ബൗളിലേക്ക് മുറിച്ചിടുക. എന്നിട്ട് ഫോർക്ക് കൊണ്ട് നല്ലോണം എന്ത് ചെയ്യുക, സ്മാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ എന്താ പറയുക, നമ്മൾ ഒഴിവാക്കാനായിട്ടുള്ള പഴമാണ് എടുത്തത്. ജസ്റ്റ് അതിൻ്റെ ചീത്ത ഭാഗം ചെത്തി കളഞ്ഞിട്ട് നല്ല ഭാഗം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ചെത്തി കളയുക. then നല്ല ഭാഗം എന്ത് ചെയ്യുക, നമ്മൾ ബൗളിലേക്ക് മാറ്റുക. നല്ല പോലെ സ്മാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഈ സ്മാഷിങ് നിങ്ങൾ ഫോർക്കില്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ ഗ്ലാസിൻ്റെ താഴ്ഭാഗം വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സ്മാഷിങ് ആണ് ഇതിലെ മെയിൻ താരം. അപ്പോൾ നല്ലോണം സ്മാഷ് ചെയ്തെടുക്കണം. ടൈം എടുത്തിട്ട് തന്നെ സ്മാഷ് ചെയ്തെടുത്തോളൂ. അതല്ല എങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം സ്മാഷ് ചെയ്തെടുക്കുക കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് സ്മാഷ് ചെയ്ത് കിട്ടിയാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നല്ലോണം ഫോർക്ക് വെച്ച് സ്മാഷ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് വന്നതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നല്ല റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട അത് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യുക, നല്ലോണം യോജിപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ. ഓക്കെ, ഓവർ മിക്സിങ് ഒന്നും വലിയ സീനില്ല. ഈ ഒരു സ്റ്റേജിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ മധുരം ഓപ്ഷണലാണ് കേട്ടോ. കാരണം നമ്മൾ റോബസ്റ്റിലും ചെറുപഴത്തിലൊക്കെ അത്യാവശ്യം നല്ല മധുരം ഉണ്ട്. പിന്നെ ഇനിയും വേണം എന്നുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഇതിലേക്ക് മധുരം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമില്ല. ഓക്കെ, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചാൽ മതി. ദെൻ 1/4 കപ്പ് ഓയിലും കൂടി എന്ത് ചെയ്യേണ്ടത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓവർ വീറ്റ് ആവാതെ രീതിയിൽ നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കണം. ഓവറായിട്ട് ഒരിക്കലും കുത്തിയിളക്കി യോജിപ്പിച്ച് എടുക്കരുത്. സ്ലോലി നമ്മൾ നോർമലി സ്പഞ്ച് കേക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ആ ഒരു ഐറ്റത്തിൽ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. കണ്ടല്ലോ, നമ്മളെ ബാറ്റർ ഇവിടെ റെഡി. ഞാൻ ഈ ബാറ്റർ കൊണ്ട് 2 മഫിനും പിന്നെ നോർമലി ഒരു കേക്കുമാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ മഫിൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 2 പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു 1/2 പോർഷൻ വരെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബാറ്റർ നിറക്കുക. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 രൂപക്കൊക്കെ കിട്ടില്ലേ, മറ്റേ 2 സൈഡ് ഭാഗം പിരിഞ്ഞിട്ടുള്ള ചോക്ലേറ്റ്, അതിനെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് ഉള്ളവർക്ക് അതിട്ട് കൊടുക്കാം കേട്ടോ. അതില്ല എങ്കിൽ നോ പ്രോബ്ലം, സീനൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. ഞാൻ പിന്നെ നമ്മളെ വീഡിയോ ഒന്ന് സെറ്റപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്, അല്ലാണ്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മഫിൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് കേക്ക് ബാറ്റർ നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഓയിൽ തേച്ചിട്ട് മൈദപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഇതുപോലെ ഒഴിക്കുക, ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ സ്റ്റൗ ടോപ്പിലാണ് ചെയ്തെടുത്തത് കേട്ടോ. 10 മിനിറ്റ് എന്ത് ചെയ്യുക, ഒരു പാത്രം വെക്കുക, അതിന് മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. ദെൻ അതിലേക്ക് നമ്മുടെ ഈ കേക്ക് ബാറ്റർ ഇറക്കി വെക്കുക. ഈ റൗണ്ട് പാത്രം ഞാൻ ജസ്റ്റ് സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് അതിന് മുകളിൽ ജസ്റ്റ് ഈ പാൻ വെച്ചെന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയതാണ്. മഫിൻസ് ഞാൻ ഓവൻ സെറ്റപ്പ് ഉണ്ടാക്കി അതിലേക്ക് ഇറക്കി വെച്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്, കാണാൻ നല്ല ലുക്കില്ലേ? കാണാനുള്ള മാത്രമല്ലടോ, നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ്, നല്ല അടിപൊളി, നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബും ചെയ്യുക.